ഇന്നത്തെ വീഡിയോ ഫിഷിംഗ് ഫ്രീ. നമുക്ക് ഫ്രീ ആയിട്ടൊരു അക്വേറിയം മീനെയും കിട്ടിയിട്ടുണ്ട്. ഈ മീന് നമ്മൾ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളത്തെ മീനിന്റെ പേരിന് അരാപ്പയ്മയോടുകൂടി ഇപ്പൊ ഇടും. അതിന്റെ വിശപ്പ് തീർത്തിട്ട് നമ്മൾ ഇനി ഇടാൻ പറ്റൂ. കാരണം ഇതിനെ കടിക്കുമോന്ന് ആർക്കും അറിയത്തില്ല. ഫിൽറ്റർ വെള്ളമുണ്ട്, വലയും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം പുതിയതാ. ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയാ മാത്രം. ഞങ്ങളിപ്പോ ഇവത്തെ മീനെ ഉദ്ദേശിക്കുന്ന മേലത്തെ മീനെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മള് മേളിൽ പോകുമ്പോ ഈ മീനെ തീറ്റ ഇട്ട് കൊടുക്കുമ്പോ നമ്മള് കാണിച്ചു തരാം. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീ. ഹരിക്കോട്ടർ ഇൻട്രോ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അക്വേറിയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും, അക്വേറിയം എവിടെ നിന്നാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് അല്ലേ? നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എനിക്ക് എവിടെ നിന്നാണ് ഈ അക്വേറിയം കിട്ടിയതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നതെന്നും കേട്ടോ. അപ്പൊ നമ്മൾ അഫിന്റെ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ്. കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ആദ്യം വീഡിയോ ആയിരിക്കും കിട്ടാൻ പോകുന്നത് കേട്ടോ. കാരണം അവനെ കുറെ പ്രാവശ്യം വിളിച്ചാണ് ഞാൻ. ചേട്ടനൊക്കെ വന്നതിന്റെ കുറെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവന്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ അവനോട് ഉണ്ടെന്ന് ഉറപ്പാണ്. അതല്ല, ഞാൻ ഇച്ചിരി പേടിച്ചോടിച്ച് മാറി മാറി നിൽക്കുന്ന നീ ദേഹോപദ്രവമല്ല ഏൽപ്പിക്കുമെന്ന് അറിയാൻ ഹരിക്കോട്ടനില്ല. ഹരിക്കോട്ടൻ വേറെ കുറച്ച് തിരക്കായി പോയി. അപ്പൊ നമ്മളിത് അഫിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ക്യാമറ ആയതുകൊണ്ട് പുള്ളി ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും അല്ലായിരിക്കും ചിലപ്പോൾ. നമ്മൾ എടുക്കാൻ വന്ന മീനിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പ് ഇവിടെ ഒരാൾ ഉറക്കമുണ്ട്. ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൾ ഉറക്കമാണ്. ആള് ഭയങ്കര ഉറക്കാണ് കേട്ടോ. അഫിന്റെ ഷേപ്പാണോ അതോ റോസിന്റെ ഷേപ്പാണെന്ന് അറിയത്തില്ല. ഇതെങ്ങനെ ഇതിന്റെ വർക്ക് എങ്ങനെ താഴെ വിളിച്ചാൽ മതിയോ? വിളിച്ചോട്ടെ ഞാനൊന്നും എനിക്കൊന്നും ഇങ്ങനെ സാധനം കിട്ടിയിട്ടില്ല കേട്ടോ. നിനക്കുണ്ടായിരുന്നു? എടാ നല്ല ഷേപ്പാടാ. ഇപ്പൊ അഫിൻ ഉണ്ടായപ്പോ എന്നാളും കൊച്ചുറങ്ങിക്കോട്ടെ. നമ്മൾ മീനിനെ കാണിച്ചു തരാം. അതിനുമ്പ് അഫിനും ഞാനും തമ്മിലുള്ള ബന്ധം പറഞ്ഞില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്റെ ചേട്ടനാണ്. അത് മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ചേട്ടൻ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചാന്ന് വിചാരിച്ച ആൾക്കാർ ഒരു പ്രായമാണ്. ഒരു ബന്ധത്തിന്റെ പേരിലുള്ള ബന്ധത്തിൽ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇവൻ എന്റെ ചേട്ടനാണ്. അഫിൻ തരാൻ പോകുന്ന മീനിനെ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് അഫിൻ കുറെ നാളായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓസ്കാർ ഉണ്ട്. ഇവന്റെ കയ്യെ കടിക്കും നോക്കാമേ. ഇല്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇണങ്ങിയിട്ടില്ല. ഇതിനകത്ത് ഒരു ഓസ്കാർ ഉണ്ട്, 2 ഷാർക്ക് ഉണ്ട്. അപ്പൊ നീ എനിക്ക് മീനിനെ മാത്രമാണ് വരുന്നത്, അക്വേറിയം മൊത്തമാണ് വരുന്നത്? അക്വേറിയം മീനും ഇത് നീ തരാനുള്ള കാര്യം തന്നെ. ഇത് നോക്കാനാണില്ല. അതല്ല, നീ ഇതിന് എനിക്ക് തരാനുള്ള കാര്യം. നിനക്ക് മീനുള്ള ആഗ്രഹമുണ്ട്. എന്റെ വീട്ടിൽ 3-4 അക്വേറിയം ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനെ ടേക്ക് കെയർ ചെയ്യും എന്നിവൻ അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിനെ തരുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇതിനെ കൊണ്ടുപോകാനായിട്ട് വലിയ അക്വേറിയാണ് കേട്ടോ. ഇതിന്റെ സൈസ് എത്രയാണ്? ഞാൻ അത്ര ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ ഇല്ലായിരുന്നതിന്റെ ഇതുണ്ട്. അല്ലെങ്കിൽ അത്രയും ഇതല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റണം. അപ്പൊ നമുക്ക് ആദ്യം ഗ്ലാസ്സിൽ ഇത് പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്താൽ പോകുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ഈ അക്വേറിയത്തിലെ വെള്ളം കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ സിങ്ക് ആവാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലെ വെള്ളം ഒഴിച്ച് നമുക്ക് അതിൽ കൊണ്ടുപോകാം. നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി പയ്യെ അവനെ പിടിക്കാം കേട്ടോ. അഫിൻ തന്നെ പിടിച്ചു. അതെ, നിന്റെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് ചാടുമായിരിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അഫേ, നീ കരയോ? മമ്മി കരയായിരുന്നാ മതിയായിരുന്നു. ഇനി 2 ഷാർക്കും കൂടെ ഉണ്ട് കേട്ടോ. 2 വൈറ്റ് ഷാർക്ക് ഉണ്ട്. 2 വയസ്സെങ്കിലും വെച്ചിട്ട് അക്വേറിയത്തിൽ ഇട്ടോണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇവൻ പെട്ടെന്ന് വലുതാണ് സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. എണീറ്റ് അവള് കരയാനുള്ള ശ്രമത്തിലാണോ? അങ്ങനെ മീനെ പിടിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയത്തിലെ വെള്ളം മൊത്തം നമുക്ക് കളയണം. അപ്പോൾ നമ്മളൊരു ബക്കറ്റിലേക്ക് വെള്ളം മാറ്റിയതിന് ശേഷം ആ വെള്ളം നമ്മൾ ചെടിക്കാണ് കേട്ടോ ഒഴിക്കുന്നത്. കാരണം ഈ വെള്ളത്തിനകത്ത് ഒത്തിരി ചെടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് ചെടിയുടെ ചുവട്ടിലാണ് ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ കല്ല് എടുക്കണം കേട്ടോ. കല്ല് നമുക്കൊരു ചാക്കിനകത്ത് ഇട്ടുകൊണ്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് അക്വേറിയം എടുത്ത് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ? ഇതൊന്നും എടുത്ത് മാറ്റാം ഒരു മിനിറ്റ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് 2 പേർക്കും കൂടി അക്വേറിയം എടുത്ത് മാറ്റാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ അല്ല. ഇത് വെള്ളമുണ്ട്. വെള്ളം നമുക്ക് പുറത്ത് കൊണ്ടുപോയി കമത്തി കളയല്ല. ക്ലീൻ ചെയ്തില്ലെന്നും കുഴപ്പമില്ല. അങ്ങനെ പിടിച്ച് കുഴപ്പമില്ലേ? പുറകിൽ വെക്കാം കേട്ടോ. പുറകിൽ നമുക്ക് ഈ 2 സീറ്റ് അങ്ങ് മടക്കി നമുക്ക് കുറച്ച് പേപ്പറൊക്കെ ഇടാം കേട്ടോ. മതിയല്ലോ. നമുക്ക് ആ മാറ്റം കൊണ്ട് നീക്കിട്ടാൽ മതി. നല്ല വലുപ്പമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അക്വേറിയം അല്ലെങ്കിൽ ടെറേറിയം ചെയ്യുന്നല്ല,
ഗൈസ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അക്വേറിയം അല്ലെങ്കിൽ ടെറേറിയം വേണം നമുക്ക് ചെയ്യാൻ പറ്റും. കമ്പിയിടിക്കുക. നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊരു ഫിൽറ്റർ ഉണ്ട് കേട്ടോ. മുട്ടോ ഇല്ല അടച്ചോടെ. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയോ. സത്യം പറയുന്ന സങ്കടം ഉണ്ടോ? എനിക്കും പറയുന്ന സങ്കടം ഉണ്ട്. വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോ വേണം കാണാലോ. നമുക്ക് എന്താണെങ്കിലും ഇവനെ ഫ്രണ്ടിലേക്ക് വെക്കാം കേട്ടോ. കാരണം ഇവിടെ ആകുമ്പോഴേക്കും നമുക്ക് തീറ്റ ഫുള്ള് പുറത്തേക്ക് തള്ളാൻ പറ്റും. അതുപോലെ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഓൾ സെറ്റ്. ഇതെന്നത് ഗൈസ്, ഞാൻ അറിയാതെ ആന്റി ഇവിടെ ഉണ്ടായ കൊലയാണ്. അപ്പോൾ അതാണോ ആന്റി അവൻ സിഗ്നൽ ചെയ്ത്? എനിക്ക് ഇതിനു മുമ്പ് വന്നപ്പോഴും കൊലയൊന്നും ഇട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ വീട്ടിലുണ്ടായ കൊലയാണ് കേട്ടോ. ഞാനത് ഒരിക്കലും വേണ്ടെന്ന് പറയത്തില്ല. അങ്കിളല്ല, ഇവിടെ നീ പാപ്പിന്ന് വിളിച്ചാൽ മതി. എനിക്ക് എന്തായാലും ഇവിടെ ഈ സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. എടാ നീ മറ്റേ ഉറവശിയാണോ? ഇതായിരുന്നു നിന്റെ അപ്പയുടെ കളിപ്പാട്ടൊക്കെ ഞങ്ങൾ എടുത്ത് നശിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിയട്ടല്ലേ. എന്നെ ഇഷ്ടപ്പെട്ടല്ലോ. ഇടിച്ചിരിക്കുവാണ് നീ. എന്താണെങ്കിലും അപ്പൊ ഇനി നേരെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അക്വേറിയം എങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതെന്നും അതുപോലെ ഓസ്കാറിനെ ഷാർക്കിനെ നമ്മൾ എവിടെയാണ് ഇടുന്നതെന്നും കാണിച്ചു തരാം. പപ്പയും മമ്മിയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അത് പുതിയ അക്വേറിയം നമ്മുടെ വീട്ടിലുണ്ടായ റംബൂട്ടാനാണ് കേട്ടോ. മധുരമുണ്ടോ? നമ്മുടെ വീട്ടിലുണ്ടായാണ് കേട്ടോ. കേട്ടോ അല്ലല്ല, നമ്മുടെ ഓസ്കാർ അല്ലേ പേടിച്ചു നിൽക്കുന്ന. അക്കരെ കാണിച്ചില്ല. അക്കരെ നോക്കിയാ വലിയ അക്കരയല്ലേ? ഹെവി അക്കരയോ? അഫിനൊരു താങ്ക്സ് വേണേ പറഞ്ഞു കേട്ടോ. അഫിൻ തന്നാണേ. എന്തായിരിക്കും ഗസ് നോക്കാം. അതായിരിക്കും നല്ലതല്ലേ? എങ്ങനെയുണ്ട്? ഒന്ന് പിടിച്ചു നോക്കി. ഒന്ന് പിടിച്ചു നോക്ക്. ജസ്റ്റ് ഒന്ന് കൈ ഇട്ടൊന്ന് പിടിച്ചു നോക്ക്. തൊട്ടോടാ, നല്ല ഫ്രണ്ട്ലി അവൻ. തൊട്ടോ തൊട്ടോ. സൂപ്പറാണോ? എങ്ങനെയുണ്ട്? വേറെ സാധനമുണ്ട്. എന്തായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉറപ്പാണോ? കുഞ്ഞു മീനെ, കളറുള്ള കുഞ്ഞു മീനെ അല്ലേ? ഇതാണെങ്കിലും അപ്പൊ നമുക്കേ നമ്മുടെ അക്വേറിയം എടുത്ത് പുറത്തേക്ക് വെക്കാം. ഹരിക്കുട്ടനാണ് ക്യാമറമാൻ സുരേഷോ? എടാ ഇത് നീ ടിവിക്കത് കേൾക്കുന്നല്ലേ? അപ്പൊ നമ്മളിത് ക്യാമറമാൻ സുരേഷിനൊപ്പം നല്ല വെള്ളം കൊണ്ടുവന്ന വലിയ അക്വേറിയമാണ്. ഷാർക്കിനെ എടുത്ത് നമ്മൾ കുളത്തിലിടാൻ പോവാണ് കേട്ടോ. ഇത് നോക്കിയേ, അമ്മ ഉറപ്പായിട്ട് വരുമോ? നമ്മുടെ കപ്പ കാടാണ് കേട്ടോ. കേട്ടോ കപ്പയുടെ കാടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ജിനാശം നമ്മുടെ ഷാർക്കിനെ റിലീസ് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ആയിട്ട് കേട്ടോ. പിന്നെന്താ കേട്ടോ, പയ്യെ 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 നോക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആരാണ് ഓസ്കാറിനെ ഇടുന്ന കാണിച്ചു തരാം. യെസ്, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം വലിയ വെള്ളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പുള്ളി. മമ്മി പിടിച്ചോ. മറ്റേ ഒന്ന് പിടിക്കട്ടെ. മമ്മി റിലീസ് ചെയ്യണം കേട്ടോ. പയ്യ വിട്ടോ പയ്യ വിട്ടോ പയ്യ വിട്ടോ പയ്യ വിട്ടോ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഷാർക്കിനെ നമ്മൾ റിലീസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മേളിൽ പോവാണ്. അപ്പൊ മീനെ കാണാൻ പോവാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ വലിയത് ഈ മീന് നല്ല കളറൊക്കെ ഉള്ള, അതുകൊണ്ടാ പറയാ. ഇവിടുത്തെ ലൈറ്റ് വന്നിട്ട് ഗ്രീൻ കളറ്, നല്ല രസമാണ്. അപ്പൊ ഹരിക്കുട്ടൻ പറഞ്ഞിരിക്കുന്ന മീനാണ് കേട്ടോ. നമ്മൾ മിക്കവാറും അതിനെ ആയിരിക്കും ഇടാൻ പോകുന്നത്. അത് കാണിച്ചു തരാം. പുള്ളി തീറ്റ തന്നായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മള് നമ്മുടെ ഓസ്കാറിനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ കല്ലടയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കല്ലട എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ഇതിനെ കഴിക്കും. കയ്യിൽ നിന്ന് ഹാൻഡ് ഫീഡ് ആണ്. ഒരു കല്ലടേനെ പുള്ളി കഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് കല്ലട എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ അതിന് പറയുന്ന പേര് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. കുഞ്ഞപ്പനെ പിടിക്കുന്ന കേട്ടോ ഓസ്കാറിനെ. അപ്പുറം സൈഡ് പിടിക്കും. കയറി ചെയ്യാതെ പയ്യെ പിടിച്ചാൽ മതി. എടുക്കുക. എന്നിട്ട് ഇവിടെ വെള്ളത്തിൽ ചുമ്മാ ഒന്ന് മുക്കി വെച്ചേ കുറച്ച് നേരം. 2 സെക്കൻഡ്. കടിക്കത്തൊന്നുമില്ല കേട്ടോ. പയ്യെ മുക്കി വെച്ചേ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാമ്പർ ചെയ്തിട്ട് പയ്യെ കേട്ടോ. പയ്യെ 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 കേട്ടോ റിലീസ് ചെയ്തോ. ഓക്കെ, അപ്പം നമ്മൾ ഓസ്കാറിനെ തൽക്കാലത്തേക്ക് ഇവിടെ വിട്ടിട്ടുണ്ട്. നമ്മൾ വലിയൊരു അക്വേറിയം ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഓസ്കാറിനെ പിന്നെ മാറ്റുന്നതാണ്. ഇപ്പോഴത്തെ ഈ ടാങ്കിനകത്ത് നമുക്കുള്ള മീൻ ഒരു ഓസ്കാർ ഉണ്ട്, ഒരു റെപ്റ്റൈൽ ഉണ്ട്, ഈ അരാപ്പയുമുണ്ട്. ഇതിനെ 3 നമ്മൾ മേടിച്ച വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അക്വേറിയം നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അക്വേറിയം നാച്ചുറൽ പ്ലാന്റ്സ് വെച്ച് സെറ്റ് ചെയ്യുന്നതെന്നും അതിനകത്ത് ഏതൊക്കെ മീനിനെയാണ് നമ്മൾ ഇടാൻ പോകുന്നതെന്നും കാണിച്ചു തരാം. റംബൂട്ടാൻ കഴിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആണെങ്കിൽ
അക്വേറിയം ഉണ്ടാക്കി സെറ്റ് ആവുമ്പോ വീഡിയോ പുതിയതായി പെട്ടെന്ന് ഇറങ്ങുന്നതാണ്. നിങ്ങൾ ലൈക്ക്, കമന്റ് എല്ലാം ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പഴുക്കുന്നതല്ല അണ്ണാൻ തിന്നണം കേട്ടോ. പക്ഷെ നമ്മള് വല ഇട്ടിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അണ്ണാൻ കുറേയൊക്കെ തിന്ന് നമുക്ക് അധികമൊന്നും കിട്ടത്തില്ല. പക്ഷെ അവരും കുറച്ചൊക്കെ തിന്നട്ടെ. ആയിക്കോട്ടെ, ആ റംബൂട്ടാൻ എടുത്ത് കാണിച്ച് എന്നിട്ട് ഒരു ബൈ പറഞ്ഞേക്ക്. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു കേട്ടോ വീഡിയോയുടെ ഇനിഷ്യലില്. അല്ലാതല്ല അക്വേറിയം കിട്ടുക കാണിക്കുന്നത് ഇവിടെ നിന്നായിട്ട് കാണിക്കുന്നു. ആ അല്ലല്ല, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തരാനായിട്ട് കാര്യം. എൻ്റെ വീട്ടിൽ 3-4 അക്വേറിയം ഉണ്ട്. അപ്പൊ ഞാനിതിനെ ടേക്ക് കെയർ ചെയ്തോളന്ന്. എൻ്റെ വീട്ടിൽ 3-4 അക്വേറിയം ഉണ്ട്. അപ്പൊ ഞാനിതിനെ ടേക്ക് കെയർ ചെയ്യും എന്നിവൻ അറിയാവുന്നതുകൊണ്ടാണ് നമുക്കിനെ തരുന്നത്.